ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മൂന്നാർ അടുത്ത് ആനച്ചാൽ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ പോവുകയാണ്. പോകുന്ന വഴി നേര്യമംഗലം അടിമാലി റൂട്ട് പോകുമ്പോൾ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ചീയപ്പാറ വാട്ടർഫോൾസ് എന്നാണ് പേര്. അപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ കൂടെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ കുരങ്ങനെ കണ്ടു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ചെറിയ കുരങ്ങനെ കാണാനായിട്ട്. ആ ചെറിയ കുരങ്ങനെ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിലേക്ക് പോയി. ആ കടയിൽ ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളും പിന്നെ കോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചിയുടെ അടുത്ത് ഒരു കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത്തായാണ്. അപ്പോൾ ആ ഇത്ത ഞങ്ങൾക്ക് കോൺ എടുത്ത് തരണേണ്. കോണപ്പോൾ ഉപ്പും മുളക് പൊടിയും ചെറുനാരങ്ങയും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് തരാണ്. കോൺ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഒറ്റ ഇതായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. പിന്നെ ആയിത്ത ഞങ്ങൾക്ക് ആ നാരങ്ങ അതിൻ്റെ മുകളിൽ പിഴിഞ്ഞു കേട്ടോ. എനിക്ക് അധികം പുളി ഇഷ്ടമല്ല. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് എനിക്ക് പുളി ഭയങ്കരമായിരിക്കുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോൺ വാങ്ങിച്ചു. അപ്പോൾ കോൺ കഴിക്കാൻ പോകണതാണ്. അപ്പോൾ ആദ്യത്തെ നാരങ്ങ പിഴിഞ്ഞ സൈഡാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ആ ഒരു പുളിയും പിന്നെ ചൂടും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ ചേട്ടൻ കഴിച്ചു. ചേട്ടൻ കുഴപ്പമില്ല. പിന്നെ പുളിയില്ലാത്ത ഭാഗം കഴിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പുളിയുള്ള ഭാഗം മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഒരു കോൺ കഴിച്ചു. കോൺ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ തണ്ണിമത്തനും പൈനാപ്പിളും മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു തണ്ണിമത്തനും ഒരു പൈനാപ്പിളും വാങ്ങിച്ചു. എനിക്ക് തണ്ണിമത്തൻ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടം തണ്ണിമത്തനാണ് കൂടുതലും. ചേട്ടനാണെങ്കിൽ പൈനാപ്പിളുമാണ് വാങ്ങിയത്. ഞാനപ്പോൾ തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനപ്പോൾ അതിൻ്റെ ഇടയിൽ പൈനാപ്പിളിൽ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചത് അതിൽ കുടഞ്ഞിടാനായിട്ട് പോയി. എന്നിട്ട് എനിക്ക് തന്നിട്ടോ. പൈനാപ്പിൾ കുറച്ച് തന്നു. ഞാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. എന്നാലും കൂടുതൽ എനിക്ക് തണ്ണിമത്തൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ തണ്ണിമത്തനൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത് തന്നെ മാഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാഗി വാങ്ങിച്ചു. ഒരു മാഗി വാങ്ങിച്ചിട്ട് ഞങ്ങൾ വെജ് മാഗിയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റ് വാങ്ങി ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ അവിടെ കടകളൊക്കെ ഉണ്ട്. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരുടെ കളിക്കുന്ന സാധനങ്ങൾ, തൊപ്പി, പിന്നെ കണ്ണട, പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളുള്ളതുണ്ട്, മാങ്ങ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണടക്കടയിൽ കയറി കണ്ണട നോക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറിലെ കണ്ണട എടുത്ത് വച്ച് നോക്കി. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ അവിടെ കണ്ണാടി ഉണ്ട്, അപ്പോൾ അതിൽ നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് കളറിലെ കണ്ണട വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വേറെ കണ്ണട നോക്കിയപ്പോൾ എനിക്ക് ഒരു ബ്രൗൺ കളറിലെ കണ്ണട കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ആ ബ്രൗൺ കളറിലെ കണ്ണടയും കൂടി ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രൗൺ കളറിലെ കണ്ണട വെച്ച് നോക്കി. ആ കണ്ണട വെച്ചിട്ട് ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ കുഴപ്പമില്ല. കൂടുതലും എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ എടുത്തത് എന്നിട്ട് ബ്രൗൺ ആണ്. ബ്രൗൺ കണ്ണട ഞാൻ അങ്ങനെ അധികം കാണാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ കളറിലെ കണ്ണടയാണ് എടുത്തത്. പിന്നെ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് ചെന്നു. അപ്പോൾ കുറേ പേരൊക്കെ പോവാണ്. അങ്ങനെ അവിടെ കുറച്ച് മഴയൊക്കെ പെയ്ത് തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി കുറച്ച് പേര് അങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് ജസ്റ്റ് നിന്നു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഞാനിപ്പോൾ കണ്ണടയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ചേട്ടനും കണ്ണടയൊക്കെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. മഴ പൊടിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വെയിലും വരുന്നുണ്ട് കേട്ടോ. ചില സമയത്ത്
മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് മഴയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ പോവാണ്. കാരണം ഞങ്ങൾ സൈറ്റിൽ പോകാനായിട്ട് ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ കണ്ണടയൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ വന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 2 സൈഡും കാടൊക്കെയാണ് കേട്ടോ. ഈ നേര്യമംഗലം അടിമാലി റൂട്ടിൽ നല്ല കാടൊക്കെയാണല്ലോ. അപ്പോൾ മഴയും ആ കാടും ആ തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഇതായിരുന്നു. തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല പച്ച കളറിലൊക്കെ ഇട്ട് മൊത്തം കാടും മലയൊക്കെ പോലെ അങ്ങനെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി പോയപ്പോൾ വേറൊരു വാട്ടർഫോൾസും കൂടി ഞങ്ങളവിടെ കണ്ടു. അപ്പോൾ ഈ വാട്ടർഫോൾസ് വരുന്നത് താഴെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വെള്ളം കുറച്ച് കുറവാണ്. കൂടുതലും വെള്ളം അപ്പുറം വാട്ടർഫോൾസിലാണ്. ആ വാട്ടർഫോൾസാണ് മേളിൽ നിന്നാണ് കൂടുതലും വെള്ളം വരുന്നത്. ഇത് താഴത്തു നിന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ അധികം നേരം നിർത്തിയില്ല. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് ഞങ്ങൾ വേഗം പോന്നു. അധികം നേരം നിർത്തിയില്ല കേട്ടോ. പിന്നെ കടകളൊക്കെ ആണെങ്കിലും കൂടുതൽ അവിടെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ കുറേ കടകളൊക്കെ വൈകിട്ടാകുമ്പോൾ എല്ലാം അഴിച്ചു മാറ്റും. പിറ്റേ ദിവസം അവർ ആ കടകൾ പിന്നെയും അതുപോലെ തന്നെ എല്ലാം ഷീറ്റൊക്കെ വലിച്ചു കെട്ടി കോലൊക്കെ വെച്ച് അത് പിന്നെയും കെട്ടും. അങ്ങനെയാണ് അവിടെ രാത്രി അതെല്ലാം അഴിച്ചു മാറ്റും അവർ. അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കഞ്ഞിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഞ്ഞി കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മിഠായി ഉണ്ട്, ഒരു ബിസ്ക്കറ്റിൻ്റെ. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതൊരു ബിസ്ക്കറ്റ് ഉണ്ട്, അതിലിങ്ങനെ ഫുൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട്. അപ്പോൾ ചേട്ടൻ അത് കണ്ടപ്പോൾ പറഞ്ഞു ചന്ദനത്തിരി പോലെയുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കുകയാണ്. കഴിച്ച് നോക്കിയപ്പോൾ നല്ലതാണ്, ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ബിസ്ക്കറ്റാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തി. റിസോർട്ടിൻ്റെ സൈഡിലൊരു ചെറിയൊരു വാട്ടർഫോൾസ് പോലെയുണ്ട്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ട് മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് സരൈ എന്നാണ്. നല്ല റിസോർട്ടാണ് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്. ഞങ്ങളവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. നല്ല അടിപൊളി, നല്ല നീറ്റാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയയാണ്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മഞ്ഞൊക്കെ വന്നു തുടങ്ങി, കോടയൊക്കെ വന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ താമസിച്ച റിസോർട്ട് നല്ല